യുഎസിലെ ടെന്നസിയിലെ ഗാലറ്റിനിലുള്ള സ്മെനർ കൗണ്ടി ജയിലിലെ 170 തടവുകാർ ജ്ഞാനസ്നാനം സ്വീകരിച്ച് ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി ഏറ്റുപറഞ്ഞു. മുൻകാലങ്ങളിൽ വലിയ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട നിരവധി ആളുകളിൽ മാനസാന്തരം ആഗ്രഹിക്കുന്ന തടവുകാരെ ഉൾപ്പെടുത്തി ലോങ് ഹോളോ ചർച്ചും ഹെൻഡേഴ്സൺവില്ലയിലെ ഫസ്റ്റ് ബാപ്റ്റിസ്റ്റ് ചർച്ചും ചേർന്ന് ജയിൽ ജീവനക്കാരുടെ പൂർണ്ണ സമ്മതത്തോടെയാണ് ഈ ശുശ്രൂഷകൾ നടത്തുന്നത്. അത്തരത്തിൽ ഇവർ കഴിഞ്ഞ വാരാന്ത്യത്തിൽ ജയിലിൽ നടത്തിയ ശുശ്രൂഷയിലായിരുന്നു 170 തടവുകാർ സ്നാനം സ്വീകരിച്ച് ക്രിസ്തുവിശ്വാസം സ്വീകരിച്ചത്. ശിക്ഷാ കാലാവധി പൂർത്തിയാക്കി തടവുകാർ ജയിലിൽ നിന്നും പുറത്തിറങ്ങുന്നതിൽ പുതുമയൊന്നുമില്ല. എന്നാൽ ജയിലിൽ വലിയ മാനസാന്തരങ്ങൾ സംഭവിച്ച് അതിനു പിന്നിൽ പ്രവർത്തിച്ച യേശുവിൽ വിശ്വസിക്കാൻ തയ്യാറാകുന്നത് ഒരു പുതിയ തുടക്കമാണെന്ന് ഫസ്റ്റ് ബാപ്റ്റിസ്റ്റ് ഹെൻഡേഴ്സൺവില്ലയിലെ ചാപ്ലൻ ബ്രൂസ് റാലി പറയുന്നു. വലിയ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവർ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് ഇനി തങ്ങൾ ഒരിക്കലും ജയിലിലേക്ക് മടങ്ങി വരില്ല എന്ന് പറയുമ്പോൾ അത് ധീരമായ ഒരു പ്രഖ്യാപനമാണെന്ന് ലോങ് ഹോളോ ചർച്ചിലെ ഡാനീസ് പാനോ കൂട്ടിച്ചേർത്തു. ഈ മാറ്റം ഒരു പുതിയ തുടക്കമാണെന്നും അതുവഴി മെച്ചപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് നയിക്കുമെന്നും ഒരു വനിതാ തടവുകാരി പങ്കുവച്ചു.